ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ സ്ലമ്മിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ചാനലിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടുപേരും പരസ്പരം കണ്ട് ഞെട്ടി നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആയത്. നീ എങ്ങനെ ഇവിടെ എത്തി? എന്നെ ഫോളോ ചെയ്തു വന്നതാണോ എന്ന് ഹീറോയിൻ ദേഷ്യപ്പെടുന്നതും, നിന്നെയോ ഞാനോ ഫോളോ ചെയ്യാനോ? എനിക്ക് നിന്റെ പുറകെ നടക്കാൻ വട്ടല്ലേ? അപ്പോ ഇത് നിന്റെ വീടാണോ എന്ന് ഡൗട്ടോടെ ഹീറോ ചോദിക്കുന്നത്. അല്ല, എന്റെ വീട്ടിൽ പോകാതെ അപ്പുറത്തെ വീട്ടിലെ ടെറസിലേക്കാണല്ലോ ഞാൻ വരാറ്. ഇത് എന്റെ വീടാണ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹീറോയും അത് കേട്ട് നിന്റെ വീടാണോ എന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോഴേക്കും അവൻ അവിടെ പുതുതായി താമസത്തിന് വന്നതാണെന്ന് ഹീറോയിനും മനസ്സിലാകും. രണ്ടുപേരും സത്യം തിരിച്ചറിഞ്ഞതിന്റെ ഷോക്കിൽ അലറി വിളിക്കുന്നുണ്ട്. ഉടനെ ഹീറോ അവന്റെ ഫ്രണ്ടായ ക്യുൻമിന്നിനെ ഫോൺ ചെയ്യുന്നുണ്ട്. കടമടച്ചു തീർക്കണം എന്നൊക്കെ ഉപദേശിച്ചില്ലേ, അതേ കൂട്ടുകാരനായ ഡോക്ടർ തന്നെ. നിനക്ക് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? ഇത് ഹാന്യൂളിന്റെ വീടാണ്, എനിക്കതേപ്പറ്റി അറിയില്ല. ഇത് എന്റെ ഫ്രണ്ടായ റാൻ സജസ്റ്റ് ചെയ്തതാണ്, അല്ലാതെ അവിടെ ആരാണ് താമസിക്കുന്നതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് അവന്റെ ഫ്രണ്ട് പറയും. ഹീറോയിനും ദേഷ്യത്തോടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും കറക്റ്റ് ടൈം തന്നെ റാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറെ കാലമായില്ലേ നിന്റെ അമ്മ മുകളിലത്തെ നിലയിൽ താമസിക്കാനായി ഒരു വാടകക്കാരനെ ഒപ്പിച്ചു തരാൻ പറഞ്ഞിട്ട്? ഇപ്പൊ പുതിയ വാടകക്കാരനെ കിട്ടിയില്ലേ? അതിനെനിക്ക് ട്രീറ്റ് വേണമെന്ന് പറയുമ്പോഴേക്കും നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ആരെയാണ് എന്റെ ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിച്ചത്? അയാളെ തന്നെ മുന്നിൽ കൊണ്ട് നിർത്തിയില്ലേ? ജിയോങ് ആണ് പുതുതായി താമസത്തിന് വന്നതെന്ന് ബഹളം വെക്കുന്നതും അതേ ടൈം ഹീറോയും ഫ്രണ്ടിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ചു തരണം, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾക്കിടയിൽ ഇതിനും വേണ്ടി എന്തു പ്രശ്നമാണുണ്ടായത് എന്ന് ഫ്രണ്ട് തിരക്കുന്നുണ്ട്. ഈ ലോകത്തിൽ തന്നെ വെച്ച് എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് അവളാണ് എന്ന് ദേഷ്യത്തോടെ ഫോൺ വെക്കുന്നതും അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹീറോയും ഫ്രണ്ട്സും കൂടി ഒരു ബ്രേക്ക് ടൈമിൽ അവൾ പിന്നെയും ആ കോഫി പൗഡർ ഉപയോഗിക്കുന്നത് കാണും. ഇന്ന് തന്നെ 8ാമത്തെ പ്രാവശ്യമാണിത് കഴിക്കുന്നത്. ഇങ്ങനെ പഠിച്ചാൽ അവളായിരിക്കും ക്ലാസ് ഫസ്റ്റ് വരാൻ പോകുന്നതെന്ന് ഹീറോയുടെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. ഞങ്ങൾക്കതൊരു ഇഷ്യൂ ആയിരിക്കില്ല, പക്ഷേ നിന്റെ ഫസ്റ്റ് റാങ്ക് ആണ് പോകുന്നത്, അത് വിട്ടുകൊടുക്കരുത്. അവൾ എത്ര പഠിച്ചാലും ഞാനായിരിക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതെന്ന് കൂളായി പറയുന്നുണ്ടെങ്കിലും അന്നേരം ഹീറോയുടെ കാല് ഷിവർ ചെയ്യുന്നത് കണ്ട് കൂട്ടുകാർ, എന്താടാ നിനക്ക് പേടിയാകുന്നുണ്ടോ? അയ്യേ എനിക്ക് പേടിയോ എന്ന് പറഞ്ഞ് പിന്നെ നഖം കടിക്കാൻ തുടങ്ങും. നിനക്ക് ടെൻഷൻ ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ നഖം കടിക്കുന്നത് എന്ന് ഫ്രണ്ട്സ് പിന്നെയും കളിയാക്കുന്നതും, അയ്യേ എന്റെ വീട്ടിൽ നെയിൽ കട്ടർ കാണുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുന്നതും അവരുടെ ഫസ്റ്റ് സെം എക്സാം കഴിയും. അതിന്റെ സ്കോർ കാർഡ് കൊടുക്കുന്ന ദിവസം എപ്പോഴത്തെയും പോലെ തനിക്ക് തന്നെയാണ് ഫസ്റ്റ് റാങ്ക് എന്ന സന്തോഷത്തിൽ മാർക്ക് ഷീറ്റ് വാങ്ങാൻ പോകുന്നതും അതിൽ എല്ലാത്തിനും സെക്കൻഡ് റാങ്ക് എന്ന് കണ്ട് ഹീറോ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ ഷോക്കിൽ അവൻ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ കുഴഞ്ഞു വീണ അവനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മെഡിക്കൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ഹീറോ ബോധം കെട്ട് വീണ കാര്യം ആ സ്കൂൾ മുഴുവനും പാട്ടായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് റാങ്ക് കിട്ടിയതിന്റെ മനോവിഷമത്തിൽ ബോധം കെട്ടതാണെന്നും അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ സ്കൂള് മുഴുവനും കഥയിറങ്ങും. അങ്ങനെ ആ ഒരു ഇൻസിഡന്റോടെ ആകെപ്പാടെ നാണം കെടുകയാണ് ഹീറോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ ഹീറോയിൻ നടന്നു വരുന്നതും ഹീറോ അവളെ ഓവർടേക്ക് ചെയ്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ അവൾക്ക് മുന്നേ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അവൾ ഒരു പാക്കറ്റ് കോഫി പൗഡർ കഴിക്കുന്നതും അവനും 2-3 ഒരുമിച്ചെടുത്ത് കഴിക്കും. സാറ് പ്രോബ്ലംസ് ബോർഡിൽ എഴുതുന്നതും ഹീറോയിനെ തോൽപ്പിച്ച് പെട്ടെന്ന് തന്നെ ആൻസർ സോൾവ് ചെയ്യുന്നുണ്ട് ഹീറോ. ഹീറോയിൻ അപ്പോഴും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. പ്രസന്റ് കാണിക്കുന്നതും ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോയേ പറ്റൂ, അതിനായി ഇവിടത്തെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നതിന് ഓപ്പോസിറ്റായി എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ഉള്ളവര് തന്നെ എന്നെ ഇറക്കി വിടുമല്ലോ. അങ്ങനെ കരുതി ഹീറോ ആ എഗ്രിമെന്റ് വായിച്ചു നോക്കുന്നതും അഡ്വാൻസ് കൊടുത്ത എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന കണ്ടീഷൻ മാത്രമാണ് കാണുന്നത്. അങ്ങനെ അത് കണ്ട് ഹീറോ ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്.
അല്ലെങ്കിലേ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല. അതിന്റെ ഇടയിലാണോ ഇതുമെന്ന് ഓർത്ത് ഹീറോ സങ്കടപ്പെടുന്നുണ്ട്. ഹീറോ പുറത്ത് നടക്കാനിറങ്ങുന്നതും ജോലി കഴിഞ്ഞു വരുന്ന ഹീറോയിനെ കാണും. എനിക്ക് ഇപ്പോ തന്നെ 50 കോടിക്ക് മേലെ കടമുണ്ട്. അതൊക്കെ തന്നെ എന്റെ വീട് വിറ്റ് വേണം എനിക്ക് കൊടുത്തു തീർക്കാൻ. അതുമല്ലാതെ ഇവിടുന്ന് മാറിപ്പോയാലും ഡെപ്പോസിറ്റ് എമൗണ്ടും തിരിച്ചു തരില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ എനിക്ക് താമസിക്കാതെ വേറെ വഴിയില്ല. ഹീറോയിനാകട്ടെ ജോലിക്ക് പോയതിന്റെ ക്ഷീണത്തിലായിരിക്കും തിരിച്ചു വരുന്നത്. ഇവിടെ താമസിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നിനക്ക് വേണമെങ്കിൽ താമസിച്ചോ, ഇല്ലെങ്കിൽ പോക്കോ എന്ന് പറയുന്നത് കേട്ട് ഹീറോയ്ക്കും അതിശയം. പൊതുവെ നീ ഇവിടെ താമസിക്കേണ്ട, മാറിപ്പോക്കോണം എന്നാണല്ലോ പറയേണ്ടത്. ഇവിടെ താമസിക്കാൻ എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ വേറെ സ്ഥലം കണ്ടെത്തും എന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതും ജോലിയുടെ സ്ട്രെസ്സിലും ടെൻഷനിലും തിരിച്ചു വരുന്ന ഹീറോയിനാകട്ടെ എനിക്കൊന്ന് പോണം എന്ന് ബഹളം വെച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട്. നീ പോടി ഇഞ്ചി തിന്ന കൊരങ്ങെ എന്ന് പറയുന്നതും അവിടെ ഉണ്ടായിരുന്ന ഹീറോയിന്റെ അങ്കിൾ അത് കേട്ട് അവന്റെ അടുത്തേക്ക് നോക്കി പേടിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്കിളിനെ അല്ല പറഞ്ഞത്, ദാ പോകുന്ന അവളെയാണ്. നീ എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, അവൾ എന്റെ സഹോദരിയുടെ മകളാണ്. അവളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്കായിരിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോയുടെ ഫ്രണ്ട് ഡയോണിന്റെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടത്തെ നേഴ്സ് എത്തി. എന്നത്തെയും പോലെ നമുക്ക് ഇന്നും ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല, ഒരു പേഷ്യന്റും വന്നിട്ടില്ല, നമുക്ക് അടച്ചുപൂട്ടി വീട്ടിൽ പോയാലോ. ഇത് കേട്ട് നിങ്ങൾ ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത്, അതൊക്കെ ആരെങ്കിലും വരും. സാറിന്റെ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിനെ പറ്റി വലിയ പരസ്യമൊക്കെ ഇറങ്ങിയതല്ലേ, എന്തുമാത്രം ഷോ കാണിച്ചതാണ്, എന്നിട്ടും ഇപ്പോൾ എന്തായി എന്ന് കളിയാക്കുന്നതും എന്റെ ഫ്രണ്ടിനെ പറ്റി എന്നോട് തന്നെ കുറ്റം പറയുന്നു. അവനിപ്പോ കഷ്ടകാലത്തിന്റെ സമയമാണ്, കുറച്ചു കഴിഞ്ഞ് അതെല്ലാം ശരിയായി പഴയതുപോലെ ആകും എന്നൊക്കെ ഹീറോയെ കുറിച്ച് അവരുടെ മുന്നിൽ വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നുണ്ട്. ഹീറോയും അവന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തി. അവന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത അനസ്തീഷ്യ ഡോക്ടറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് എന്തായി എന്ന് തിരക്കും. നീയല്ലേ അയാളെ നിയമിച്ചത്? അതെ, ഒരു ദിവസം സർട്ടിഫിക്കറ്റ്സ് എല്ലാമായി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ വന്ന് കണ്ടു. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് തന്നെയാണ് ജോലിക്ക് കയറ്റിയത്. അന്ന് ആ പെൺകുട്ടി മരിച്ച ദിവസം അത്രയും ക്രൂഷ്യലായ സിറ്റുവേഷൻ ആയിരുന്നിട്ട് പോലും അവൻ മാത്രം വളരെ കൂളായാണ് നിന്നത്. നഴ്സും മറ്റ് സ്റ്റാഫുകളും എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവൻ എനിക്ക് സപ്പോർട്ടായി മൊഴി കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് അവനെ പറ്റി ഒരു ഡൗട്ട് തോന്നുന്നത്. അപ്പോഴാണ് തൊട്ടടുത്തായി ഹീറോയിൻ നടന്നു പോകുന്നതായി കാണുന്നത്. അവന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഹീറോയിനും ജോലി ചെയ്യുന്നത്. അവളുടെ പുറകെ ചെന്ന് അവൾ നടക്കുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്ത് പുറകെ നടക്കും. നീ സൂപ്പർ ആണല്ലോ, ഡ്രാമയിലൊക്കെ വരുന്ന ഹീറോയിനെ പോലെ സക്സസ് ആയ ഡോക്ടർ ആയില്ലേ, ഞാൻ മാത്രമാണ് തോറ്റുപോയതെന്ന് പറയുന്നത് കേട്ട് നീ ഇത് ആദ്യമായി അല്ലല്ലോ എന്റെ മുന്നിൽ തോൽക്കുന്നത്. പണ്ട് ഫസ്റ്റ് സെം എക്സാമിന് എന്നോട് നീ ഒരു വട്ടം തോറ്റതല്ലേ, അന്ന് സെക്കൻഡ് റാങ്ക് കിട്ടിയതിന് മയങ്ങി വീണതല്ലേ എന്ന് കളിയാക്കുന്നതും അയ്യേ, ഞാനന്ന് മയങ്ങി വീണതല്ല, ഒന്ന് ഇരുന്നേ ഉള്ളൂ. അന്നേരം ഹീറോയിന് സീനിയർ മെസ്സേജ് അയക്കുന്നതും അവൾ അങ്ങോട്ടേക്ക് ചെല്ലും. എപ്പോഴത്തെയും പോലെ അവളുടെ റിസർച്ച് പേപ്പർ മുഖത്തേക്ക് എറിയുന്നതും അതുകൊണ്ട് അവളുടെ മുഖം മുറിയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു നഴ്സ് അങ്ങോട്ടെത്തി ചെയർമാന്റെ മകൾക്ക് പ്രഗ്നൻസിയുടെ വയറുവേദന ആരംഭിച്ചിട്ടുണ്ട്, ഉടനെ സാറിനോട് അങ്ങോട്ടേക്ക് ചെല്ലാനായി ചെയർമാൻ പറഞ്ഞു എന്ന കാര്യം അറിയിക്കുന്നതും അയാൾക്ക് കേസ് അറ്റൻഡ് ചെയ്യാതെ വേറെ വഴിയില്ല. ആക്ച്വലി ഇപ്പോൾ കുറച്ചു കാലമായി ഇദ്ദേഹം സർജറി അറ്റൻഡ് ചെയ്തിട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ഹീറോയിനെയാണ് കേസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങുന്ന ടൈം മരുന്ന് വെയിനിൽ ഇഞ്ചക്ട് ചെയ്യാൻ നോക്കുന്നതും വെയിൻ കിട്ടാതെ 1-2 ഇടത്ത് കുത്തുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനും ആ കയ്യിൽ കിട്ടില്ല സാർ, ഈ കയ്യിൽ കുത്താമെന്ന് പറഞ്ഞ് നല്ല നീറ്റായി അവൾ വെയിൻ കണ്ടുപിടിച്ച് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ചെയർമാന്റെ വീടാണ് കാണിക്കുന്നത്. അവിടത്തെ ഡോക്ടറിനെയും സീനിയറിനെയും വിളിച്ചു നിർത്തി വഴക്ക് പറയും. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നറിയാമോ? എന്നിട്ട് നീയൊക്കെ എന്റെ മകളുടെ കയ്യിൽ കാണിച്ചു വച്ചേക്കുന്നത് എന്താണ്?
ആക്ച്വലി അവരുടെ കയ്യിൽ ആ കുത്തിയെടുത്തെല്ലാം തടിച്ചു ചുവന്നു കിടപ്പുണ്ട്. സീനിയർ എന്ത് പറയുമെന്നറിയാതെ നിൽക്കുന്ന ടൈമാണ് കറക്റ്റായി ഹീറോയിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാൾ വിളിച്ചതനുസരിച്ചാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. അവളെ കാണുന്നതും ഈ പെണ്ണാണ് ഇങ്ങനെ ചെയ്തത്, ഇന്നലെ ഓപ്പറേഷനിൽ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ കൂടെ കൂട്ടിയതാണ്. പെട്ടെന്ന് നെർവസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അവളുടെ ഭാഗത്തു നിന്ന് വന്ന ഈ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നതും അവൾക്കും കാര്യം മനസ്സിലാകാതെ അവരോടൊപ്പം സോറി ചോദിക്കും. തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈം അയാളും ഇതിനൊക്കെ നീയാണ് കാരണം എന്ന് ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കണം, വേണമെങ്കിൽ കാലിൽ വീണ് സോറിയും ചോദിക്ക്. എനിക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം ഞാനാണ് അടുത്ത അനസ്തേഷ്യ ചീഫ് ഡോക്ടറായി വരാൻ പോകുന്നത്. സപ്പോസ് ഇപ്പോൾ ഞാനാണിത് ചെയ്തതെന്നറിഞ്ഞാൽ എന്റെ അസിസ്റ്റന്റ് ആയ നിന്റെ ജോലി കൂടി പോകും. സോ നീ ഇത് ഏറ്റെടുക്കാതെ വേറെ വഴിയില്ല. ഇത് കേൾക്കുന്നതും ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തിനാണ് സോറി ചോദിക്കുന്നത്? ഞാനല്ലല്ലോ തെറ്റായ വെയിനിൽ കുത്തിയത്. അവൾ അത് ഏറ്റെടുക്കില്ലെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അയാൾക്ക് നല്ല ദേഷ്യം വരും. നിനക്ക് ഇത്രയും ധൈര്യമോ എന്ന് അടിക്കാനായി ഓങ്ങുന്നതും അവൾ അത് തടഞ്ഞ് അയാളെ തള്ളി താഴെയിടും. ഇതിൽ കൂടുതൽ എനിക്കിവിടെ ജോലി നോക്കാൻ പറ്റില്ല, എനിക്ക് തന്റെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് യൂണിഫോമും മറ്റു സാധനങ്ങളും അവിടെ വച്ച് ഇറങ്ങിപ്പോകും. ഈ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്ന നേഴ്സ് ആകട്ടെ അവിടുത്തെ ഹോസ്പിറ്റൽ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റു ഡോക്ടേഴ്സ് ഉള്ള ഗ്രൂപ്പിലും ഹീറോയിൻ ഡോക്ടറിനെ അടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന രീതിയിൽ ന്യൂസ് ഇറക്കും. ഈ ന്യൂസ് റാനും കാണാനിടയാകും. അവൾ ഹീറോയിന്റെ വീട്ടിലെത്തി അവളെ കാണുന്നതും നീ എന്താണ് ഈ കാണിച്ചു വച്ചേക്കുന്നത്? കരിയർ ഗ്രോത്ത് ഉണ്ടാക്കേണ്ട ഈ ടൈമിൽ നീ എന്തിനാണ് അയാളെ അടിക്കാൻ പോയത്? അത് നിനക്ക് ഒരു ബ്ലാക്ക് മാർക്കാണ്. ഇനി വേറെ ഒരിടത്തും നിനക്ക് ജോലി പോലും കിട്ടില്ല. നിനക്ക് മോശമായിരിക്കും റിമാർക്ക് എഴുതി തരിക. ഇതൊക്കെ ഹീറോയിന്റെ അമ്മയും പുറകിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഹീറോയിനെ ഒറ്റയ്ക്ക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതൊക്കെ സത്യമാണോ? നീ എന്തിനാണ് ജോലി കളഞ്ഞതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നതും അതേ അമ്മ, എന്നെ കൊണ്ട് ഇനി ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും അതിലെല്ലാം അയാൾ കുറ്റം കണ്ടുപിടിക്കും. ഹീറോയുടെ അമ്മയാകട്ടെ തെറ്റ് കണ്ടാൽ വഴക്ക് പറയും. അത് സ്വാഭാവികമാണ്. അതൊക്കെ ഒരു ഇഷ്യൂ ആയി എടുക്കണോ? നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നീ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയും കളഞ്ഞു കുളിച്ചല്ലോ എന്ന് വഴക്ക് പറയുന്നതും ഞാൻ ഡെയിലി 20 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞു പോലും ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ ഡിപ്രഷന്റെ സ്റ്റേജിലാണെന്നാണ് ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട്. നീ അതൊരു റീസണായി എടുത്ത് ജോലി എന്തിനാണ് കളഞ്ഞതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നതും ഓഹോ എന്നെക്കാളും ആ ജോലിയാണല്ലേ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് ഹീറോയിൻ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഹീറോയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്കും അവളും എന്നെ പോലെ കഷ്ടപ്പെടുകയാണല്ലോ എന്ന ചിന്തയുണ്ടാകും. രാത്രിയാകുന്നതും ഹീറോയിൻ അന്ന് വീട്ടിൽ പോകാതെ ആ സ്ട്രീറ്റിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ഇത് കണ്ട് ഹീറോ വാ നമുക്ക് ബാറിൽ പോയി 2 ഡ്രിങ്ക്സ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നതും അവളും മൂഡ് ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ പോകാമെന്ന് സമ്മതിക്കും. ഉടനെ ഹീറോ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കുന്നതും ഇത് കണ്ട് ഹീറോയിൻ നീ എന്തേ ഡ്രാമയിലേക്ക് വരുന്ന ഹീറോയെ പോലെ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അയ്യേ, നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല. ഡോക്ടർ യൂണിഫോമിലല്ലേ, അത് ആരും കാണാതിരിക്കാൻ വേണ്ടിയാ. കോട്ടിന്റെ സിബിട്ട് മര്യാദക്ക് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹീറോ വിളിച്ചോണ്ട് പോകും. രണ്ടുപേരും കൂടി ഡ്രിങ്ക്സ് അടിക്കാനായി ഒരു കടയിൽ കയറുന്നതും അവിടെ ഹീറോയുടെ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഹീറോയിനും അവരുടെ കൂടെ പഠിച്ചതായതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങും. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തൻ ഇവൻ കാരണം ഒരു പെണ്ണ് മരിച്ചിട്ടും അവൻ ഒരു കൂസലുമില്ലാതെ ഇവിടെ വന്നിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ട് ഹീറോയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിറങ്ങി നടക്കുന്ന ടൈം അവിടത്തെ ഒരു കടയിൽ കയറി രണ്ടുപേരും കൂടി ഡ്രിങ്ക്സ് കഴിക്കും. പണ്ടത്തെ പോലെ നമുക്ക് മത്സരം വെക്കാം, നീയാണോ ഞാനാണോ കൂടുതൽ കഴിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ രണ്ടുപേരും മൂക്കറ്റം കുടിക്കും. ഹീറോയിനും നിന്റെ കാര്യം ഓർത്താണ് എനിക്ക് കഷ്ടം തോന്നുന്നത്. ഈ ജോലി ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ നിന്റെ സിറ്റുവേഷനോ മറ്റാരോ ചെയ്ത കുറ്റത്തിനാണല്ലോ നീ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്. ഇത് കേട്ട് ഹീറോയും നീ മാത്രമാണ് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത്. എന്റെ അമ്മയും ഫ്രണ്ട്സും ബാക്കി
ബാക്കി ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. എനിക്ക് നിന്നെ പണ്ടേ അറിയാം. പഠിത്തത്തിന്റെ കാര്യത്തിലായാലും വർക്കിന്റെ കാര്യത്തിലായാലും നീ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന്. അതുകൊണ്ട് നീ ഇത് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് ഹീറോയിൻ പറയും. ഇവിടെ ഹീറോയിന്റെ അമ്മ അവളെ കുറെ നേരമായിട്ടും വീട്ടിലേക്ക് വരാതെയാകുമ്പോൾ ടെൻഷനായി മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ജോലി പോണെങ്കിൽ പോകട്ടെ, എനിക്ക് നിന്റെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്നതായിരുന്നു ആ മെസ്സേജ്. ഇത് കണ്ട് ഹീറോയിൻ ഇമോഷണൽ ആകും. വെള്ളമടിച്ചതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരയും. ഇത് കണ്ട് ഹീറോയും നീ ഈ ഒരു കാര്യത്തിന് കരയുന്നെങ്കിൽ ഞാൻ എത്രത്തോളം കരയണം എന്ന് പറഞ്ഞ് മത്സരിച്ച് കരയുന്നുണ്ട്. ഹഗ് ചെയ്ത് രണ്ടുപേരും കൂടി കൂട്ടക്കരച്ചിലാകും. ഇങ്ങനെ രണ്ടുപേരും കൂടി വാവിട്ട് നിലവിളിച്ച് കരയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.